നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഹൈറിച്ച് തട്ടിപ്പു കേസിൽ കൂടുതൽ കണ്ടെത്തലുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൈറിച്ച് തട്ടിപ്പിന് പ്രതാപൻ മറയാക്കിയ HR കോയിൻ വ്യാജ ക്രിപ്റ്റോയാണെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 15% ഇൻസെന്റീവും 500% വാർഷിക ലാഭവിഹിതവും വാഗ്ദാനം ചെയ്തായിരുന്നു ഈ വ്യാജ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആളുകളെ ആകർഷിച്ചിരുന്നത്. അതേസമയം തട്ടിപ്പിലൂടെ പ്രതാപൻ സമാഹരിച്ച കോടികൾ വിവിധ ക്രിപ്റ്റോ അക്കൗണ്ടുകളിലായി നിക്ഷേപിക്കുകയായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 11 ക്രിപ്റ്റോ വാലറ്റുകളാണ് പ്രതാപന്റെയും കമ്പനിയുടെയും പേരിലുള്ളത്. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ബിന്നോസിലെ 3 അക്കൗണ്ടുകളിൽ ഹൈറിച്ചിന്റെ കോടികൾ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. റിമാൻഡിലുള്ള പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായാണ് ED നീക്കം. മണി ചെയിൻ തട്ടിപ്പിന്റെ മാതൃകയിൽ 3141 കോടി രൂപയുടെ നിക്ഷേപമാണ് ഹൈറിച്ച് കമ്പനി സ്വീകരിച്ചത്. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത 15 കേസുകളിൽ തന്നെ 1157 കോടി രൂപയുടെ തട്ടിപ്പ് ED കണ്ടെത്തിയതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ MJ സന്തോഷ് കോടതിയെ അറിയിച്ചു. ED അസിസ്റ്റന്റ് ഡയറക്ടർ G ശ്രീനിവാസ റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. തട്ടിയെടുത്ത പണം ഡിജിറ്റൽ കറൻസിയാക്കിയതിനാൽ ഡിജിറ്റൽ ഫോറൻസിക് കുറ്റാന്വേഷണ വിദഗ്ധരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പണം നിക്ഷേപിച്ചാൽ 10 മടങ്ങ് വരെ ലാഭമാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ED പറയുന്നു. ഹൈറിച്ച് സ്മാർട്ട് ടൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പുറത്തിറക്കിയെന്ന് വ്യാജമായി പ്രചരിപ്പിച്ച ഹൈറിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിച്ചാൽ 15% ഇൻസെന്റീവും 500% വാർഷിക ലാഭവിഹിതവും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നവർക്ക് പുതിയ അംഗങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ 30% കമ്മീഷനും വാഗ്ദാനം ചെയ്തു. ഇതേ രീതിയിൽ വ്യാജമായി തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമിനു വേണ്ടി നിർമ്മിക്കുന്ന സിനിമകൾക്ക് പണം മുടക്കുന്നവർക്ക് 50% ലാഭവിഹിതവും വാഗ്ദാനം ചെയ്തു. OTT പ്ലാറ്റ്ഫോമിന് 10 ലക്ഷം വരിക്കാരുണ്ടെന്നും വ്യാജമായി കാണിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്.